നമസ്കാരം. നമ്മൾ ജീവനേക്കാൾ ഏറെ സ്നേഹിക്കുന്ന ഒരാൾ പെട്ടെന്ന് ഒരു ദിവസം നമ്മളോട് പിണങ്ങി നമ്മുടെ ഫോൺ കോളുകൾ ബ്ലോക്ക് ചെയ്ത് മെസ്സേജുകൾക്ക് റിപ്ലൈ തരാതെ മാറി നിൽക്കുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു മാനസികാവസ്ഥ അത് അനുഭവിച്ചവർക്ക് മാത്രമേ അറിയൂ, അല്ലേ? നെഞ്ചിലൊരു കല്ലെടുത്ത് വെച്ചതുപോലെ തോന്നും. ദേഷ്യവും സങ്കടവും എല്ലാം ഒന്നിച്ചു വരുന്നൊരു അവസ്ഥയായിരിക്കും അത്. നിങ്ങളിൽ പലരും ഇപ്പോൾ ആ ഒരു അവസ്ഥയിലൂടെ കടന്നു പോകുന്നവരായിരിക്കാം. അവരെ തിരികെ കിട്ടാൻ നിങ്ങൾ ഒരുപാട് തവണ മെസ്സേജ് അയച്ചിട്ടും ഉണ്ടാവും, കരഞ്ഞു പറഞ്ഞിട്ടും ഉണ്ടാവും, കൂട്ടുകാരെ കൊണ്ട് പറയിപ്പിച്ചിട്ട് വരെ ഉണ്ടാവും. പക്ഷെ ഫലം എന്തായിരുന്നു? അവർ കൂടുതൽ ദൂരേക്ക് പോവുകയല്ലേ ചെയ്തത്. എന്നാൽ ഇന്ന് ഞാൻ പറയാൻ പോകുന്ന ഈ ഒരു കാര്യം വെറും 5 മിനിറ്റ് നിങ്ങൾ കൃത്യമായി ചെയ്താൽ നിങ്ങളോട് പിണങ്ങിപ്പോയ ആള് നിങ്ങളെ സ്വന്തം ഇഷ്ടപ്രകാരം ഫോണിൽ വിളിച്ചേക്കാം. ഇത് കേൾക്കുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് വിചിത്രമായിട്ട് തോന്നാം, അല്ലെങ്കിൽ ഇതൊരു അന്ധവിശ്വാസമോ മാജിക്കോ ആണെന്ന് തോന്നാം. എന്നാൽ ഇതിന് പിന്നിലെ കൃത്യമായ ഹ്യൂമൻ സൈക്കോളജിയും ലോ ഓഫ് അട്രാക്ഷനും ഉണ്ട്. ഇതെങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് എന്ന് ഉദാഹരണ സഹിതം ഞാൻ ഈ വീഡിയോയിൽ വ്യക്തമായിട്ട് പറഞ്ഞുതരാം. വീഡിയോ മുഴുവനായിട്ട് കാണുക, കാരണം ഇതിൽ ഓരോ സ്റ്റെപ്പും വളരെ പ്രധാനപ്പെട്ടതാണ്. നമുക്ക് ആദ്യം ഒരു ഉദാഹരണം നോക്കാം. നമ്മുടെ വീട്ടിലൊരു പൂച്ചക്കുട്ടി ഉണ്ടെന്ന് വിചാരിക്കുക. നമ്മൾ അതിന് പിന്നാലെ ഓടി അതിനെ നിർബന്ധിച്ച് പിടിക്കാൻ നോക്കിയാൽ അതെന്ത് ചെയ്യും? അത് പേടിച്ച് കൂടുതൽ വേഗത്തിലേക്ക് ഓടിപ്പോവും, അല്ലേ? എന്നാൽ നമ്മളൊരു പാത്രത്തിൽ കുറച്ച് പാല് വെച്ചിട്ട് മിണ്ടാതിരുന്നാലോ, ആ പൂച്ചക്കുട്ടി തനിയെ നമ്മുടെ അടുത്തേക്ക് വരും, അല്ലേ? ഇത് തന്നെയാണ് റിലേഷൻഷിപ്പിൽ സംഭവിക്കുന്നത്. ഒരാൾ നമ്മളോട് പിണങ്ങിയിട്ട് പോകുമ്പോൾ നമ്മൾ തുടർച്ചയായിട്ട് അവരെ വിളിക്കുകയും, അതായത് ഇപ്പോൾ തുടർച്ചയായിട്ട് ഇപ്പോൾ 50 മുതൽ 100 തവണയുള്ള കോളുകൾ ചെയ്യുക, അങ്ങനെ ഒരുപാട് കോളുകൾ ചെയ്യുക, പിന്നെ എൻ്റെ തെറ്റല്ല എന്ന് പറഞ്ഞിട്ട് നീളമുള്ള ഒരുപാട് മെസ്സേജുകൾ അയക്കുകയൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ ചെയ്യുന്നത് ആ പൂച്ചക്കുട്ടിയുടെ പിന്നാലെ ഓടുന്നത് പോലെയുള്ളൊരു കാര്യമാണ്. ഇതിന് സൈക്കോളജിയിൽ അമിതമായിട്ടുള്ള ആഗ്രഹം എന്നാണ് പറയുക. നമ്മൾ എത്രത്തോളം അവരുടെ പിന്നാലെ നടക്കുന്നുവോ അത്രത്തോളം അവരുടെ മനസ്സിൽ നമ്മുടെ വില കുറയുകയാണ് ചെയ്യുന്നത്. അവർ വിചാരിക്കും, ഓ ഇവൾക്ക് അല്ലെങ്കിൽ ഇവന് ഞാനില്ലെങ്കിൽ ജീവിക്കാൻ കഴിയില്ല, അങ്ങനെയുള്ളൊരു ചിന്ത അവർക്ക് ഉണ്ടായേക്കാം. ഇത് അവരുടെ ഈഗോ കൂട്ടാൻ മാത്രമേ സഹായിക്കുകയുള്ളൂ. അതുകൊണ്ട് ആദ്യം തന്നെ അവരുടെ പിന്നാലെ ഓടുന്നത് നിങ്ങൾ നിർത്തുക. അപ്പോൾ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? ഇവിടെയാണ് നമ്മൾ ആ 5 മിനിറ്റ് വിദ്യ പ്രയോഗിക്കേണ്ടത്. ഇതിനെ നമുക്ക് 2 രീതിയിൽ കാണാം. ഒന്ന് ടെലിപ്പത്തിക്ക് അല്ലെങ്കിൽ മാനിഫെസ്റ്റേഷൻ രീതി. ഇത് രണ്ടും സൈക്കോളജിക്കൽ ഒരു രീതിയാണ്. ആദ്യം നമുക്ക് മാനിഫെസ്റ്റേഷൻ അല്ലെങ്കിൽ ലോ ഓഫ് അട്രാക്ഷൻ രീതി നോക്കാം. പ്രപഞ്ചത്തിലെ എല്ലാ കാര്യങ്ങളും എനർജി അഥവാ ഊർജമാണ്. നമ്മുടെ ചിന്തകൾക്കും ഒരു എനർജി ഉണ്ട്. നിങ്ങൾ ദേഷ്യത്തോടും സങ്കടത്തോടും കൂടി ഒരാളെ കുറിച്ച് ചിന്തിക്കുമ്പോൾ ആ നെഗറ്റീവ് എനർജി അവർക്ക് ഫീൽ ചെയ്യും. ഇനി ഞാൻ പറഞ്ഞ 5 മിനിറ്റ് നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് പറയാം. നിങ്ങളുടെ ഫോണ് പൂർണ്ണമായും സൈലൻ്റ് ആക്കിയിട്ട് ദൂരേക്ക് മാറ്റി വെക്കണം. രണ്ടാമത്തെ കാര്യം, ശാന്തമായ ഒരു സ്ഥലത്ത് കണ്ണടച്ചിരിക്കുക, ദീർഘമായിട്ട് ശ്വാസം എടുക്കുക. മൂന്നാമത്തെ കാര്യം, നിങ്ങളുടെ മനസ്സിലേക്ക് അവർ നിങ്ങളോട് വഴക്കിട്ടതോ ഫോണ് കട്ട് ചെയ്തതോ ആയിട്ടുള്ള നെഗറ്റീവ് കാര്യങ്ങൾ കൊണ്ടുവരരുത്. പകരം നിങ്ങൾ രണ്ടുപേരും ഒന്നിച്ച് ഏറ്റവും സന്തോഷമായിരുന്ന ഒരു നിമിഷം ഓർക്കുക. ഒരു ഉദാഹരണം പറഞ്ഞാൽ, നിങ്ങൾ ഒന്നിച്ച് യാത്ര പോയതോ, അല്ലെങ്കിൽ അവർ നിങ്ങൾക്ക് തന്ന മനോഹരമായിട്ടുള്ളൊരു സമ്മാനമോ, അല്ലെങ്കിൽ നിങ്ങൾ നോക്കി മനസ്സ് തുറന്ന് ചിരിച്ചൊരു നിമിഷമോ, ഇത് നിങ്ങൾ ചിന്തിക്കുക. ആ സന്തോഷം നിങ്ങളുടെ മനസ്സിൽ നിറയുമ്പോൾ അവർ ഇപ്പോൾ ഫോൺ എടുത്ത് നിങ്ങളുടെ നമ്പറിലേക്ക് വിളിക്കുന്നതായിട്ട് മനസ്സുകൊണ്ട് സങ്കല്പിക്കുക. നിങ്ങളുടെ ഫോൺ റിങ് ചെയ്യുന്നത് കേൾക്കുക. സ്ക്രീനിൽ അവരുടെ പേര് തെളിയുന്നത് കാണുക. അവർ സ്നേഹത്തോടെ സംസാരിക്കുന്നത് ഭാവനയിൽ കാണുക. വെറും 5 മിനിറ്റ് മാത്രം ഇത് ചെയ്യുക. അതിനുശേഷം ഇത് നടക്കുമെന്ന പൂർണ്ണമായ വിശ്വാസത്തോടെ മനസ്സ് ഫ്രീ ആക്കണം. നിങ്ങൾക്ക് ചിലപ്പോൾ തോന്നാം, ഞാൻ എവിടെ ഇരുന്ന് ചിന്തിച്ചാൽ ദൂരെ ഇരിക്കുന്ന അയാൾ എങ്ങനെ അറിയുമെന്ന്. നിങ്ങൾക്ക് എപ്പോഴെങ്കിലും ഇങ്ങനെ സംഭവിച്ചിട്ടുണ്ടോ എന്ന് ആലോചിച്ച് നോക്കൂ. നിങ്ങളൊരു സുഹൃത്തിനെ കുറിച്ച് അല്ലെങ്കിൽ ഒരു ബന്ധുവിനെ കുറിച്ച് ഓർത്ത് കുറച്ച് കഴിയുമ്പോൾ ദാ വരുന്നു അവരുടെ ഫോൺ കോൾ, അല്ലെങ്കിൽ നിങ്ങൾ അവരെ വഴിയിൽ വെച്ച് കാണുക. നമ്മൾ പറയും, ഇപ്പോൾ നിങ്ങളെ കുറിച്ച് ഓർത്തതേ ഉള്ളൂ, 100 ആയുസ് എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. ഇതെങ്ങനെയാണ് സംഭവിക്കുന്നത്? ഇതാണ് എനർജി. നിങ്ങൾ ആ 5 മിനിറ്റ് അവർക്ക് അയക്കുന്നത് പോസിറ്റീവ് എനർജിയാണ്. നിങ്ങൾ അവരുടെ പിന്നാലെ നടന്ന് ശല്യപ്പെടുത്തുന്നത് നിർത്തുമ്പോൾ
അവരുടെ മനസ്സിൽ ദേഷ്യം മാറിയിട്ട് നിങ്ങളുടെ ഓർമ്മകൾ വരാൻ തുടങ്ങും. ഇത്രയും നാൾ എൻ്റെ പുറകെ നടന്നയാൾ ഇപ്പോൾ എന്താണ് വിളിക്കാത്തത്, പുള്ളിക്ക് വേറെ ആരെയെങ്കിലും കിട്ടിയോ, അല്ലെങ്കിൽ എന്നെ മറന്നോ എന്ന ചിന്ത അവരുടെ സബ്കോൺഷ്യസ് മൈൻഡിൽ വരും. ഈ ആകാംക്ഷ അവരെ കൊണ്ട് ഫോൺ എടുത്ത് നിങ്ങളെ വിളിപ്പിക്കും. ഈ 5 മിനിറ്റ് മെത്തേഡ് ചെയ്യുന്നതിനൊപ്പം നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ കൂടിയുണ്ട്. കാരണം നിങ്ങളിത് ചെയ്യുകയും ബാക്കി സമയം അത്രയും കരഞ്ഞു വിളിച്ചിരിക്കുകയും ചെയ്താൽ ഇത് വർക്ക് ചെയ്യില്ല. നിങ്ങളുടെ വാട്സപ്പ് സ്റ്റാറ്റസിലും ഇൻസ്റ്റാഗ്രാമിലും സങ്കടം നിറഞ്ഞ പാട്ടുകളോ അല്ലെങ്കിൽ വരികളോ ഇടുന്നത് നിർത്തണം. അത് കാണുമ്പോൾ അവർക്ക് മനസ്സിലാവും നിങ്ങൾ അവരുടെ ഓർമ്മയിൽ തകർന്നിരിക്കുകയാണെന്ന്. പകരം നിങ്ങൾ നിങ്ങളുടെ കാര്യങ്ങളുമായിട്ട് മുന്നോട്ട് പോകുന്നുവെന്ന് കാണിക്കുക. അവരിലേക്ക് മാത്രം ഫോക്കസ് ചെയ്യാതെ നിങ്ങളുടെ പഠനത്തിലോ ജോലിയിലോ നിങ്ങളുടെ ഇഷ്ടങ്ങളിലേക്ക് ശ്രദ്ധിക്കുക. നിങ്ങൾ ഹാപ്പി ആയിരിക്കുമ്പോൾ നിങ്ങളുടെ എനർജി ലെവൽ കൂടും. ഉയർന്ന എനർജിയുള്ള ആളുകളിലേക്ക് മറ്റുള്ളവർ തനിയെ ആകർഷിക്കപ്പെടുമെന്നാണ് പറയാറുള്ളത്. ഒരു കാര്യം എപ്പോഴും ഓർക്കുക, യഥാർത്ഥ സ്നേഹമാണെങ്കിൽ ചെറിയ പിണക്കങ്ങളൊക്കെ ഉണ്ടെങ്കിലും അവർ തീർച്ചയായും നിങ്ങളുടെ അടുത്തേക്ക് തിരികെ വരും. ഈ 5 മിനിറ്റ് ടെക്നിക്ക് ഇന്ന് രാത്രി ഉറങ്ങുന്നതിന് മുമ്പോ അല്ലെങ്കിൽ രാവിലെ എഴുന്നേൽക്കുമ്പോഴോ പൂർണ്ണ വിശ്വാസത്തോടെ ചെയ്തു നോക്കുക. മാറ്റങ്ങൾ ഉറപ്പായിട്ടും ഉണ്ടാവും. ഇത് ഇന്ന് മുതൽ നിങ്ങൾ ചെയ്യുമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഐ ആം റെഡി എന്ന് ടൈപ്പ് ചെയ്യുക. അല്ലെങ്കിൽ ഇത് ഞാൻ ഇന്ന് പൂർണ്ണ വിശ്വാസത്തോടെ ചെയ്യുമെന്ന് കമൻറ്റ് ചെയ്യുക. നിങ്ങൾ ആർക്കെങ്കിലും ഇതുപോലെയുള്ള അനുഭവങ്ങൾ മുൻപ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ, അതായത് ഒരാളെക്കുറിച്ച് ചിന്തിച്ചപ്പോൾ അവർ പെട്ടെന്ന് വിളിച്ചൊരു അനുഭവം ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിൽ പങ്കുവെക്കുക. അത് മറ്റുള്ളവർക്കൊരു പ്രചോദനമാവും. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് തോന്നിയാൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്യാനും മറക്കരുത്. പിന്നെ ഈ ഒരു ട്രിക്ക് നിങ്ങൾ പരീക്ഷിച്ച് നോക്കിയിട്ട് റിസൾട്ട് കിട്ടിയിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും വന്ന് കമൻറ്റ് ചെയ്യണം. അപ്പോൾ അടുത്തൊരു നല്ല വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. നന്ദി.